രമേശ് ചേട്ടാ അവിടെ നിന്നേ. എന്താ സുമിത്രേ? ഇതേ രമേശ് ചേട്ടാ, നമ്മൾ ആ കൊച്ചുണ്ണിയേട്ടന്റെ കടയുടെ മുന്നിൽ കൂടെ പോണത്. ആ കൊച്ചുണ്ണിയേട്ടൻ ഉണ്ടാവും ഉണ്ടക്കണ്ണും ഇത്ര വലിയ നാക്കും വെച്ചിട്ട് ആൾക്കാരെ വധിക്കാൻ നിൽക്കണ്ടാവും. അതിനെന്താ സുമിത്രേ? നിങ്ങളൊറ്റ അവിടെ നിന്ന് കത്തിയടിച്ച് സമയം കളഞ്ഞാൽ അപ്പൊ ഞാനൊന്നും പറയില്ല. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാ എന്റെ കയ്യിൽ നിന്ന് കിട്ടുവേ. ഓ എന്റെ സുമിത്രേ, ഞാനൊന്നും മിണ്ടണില്ലേ. എന്നാ നിങ്ങൾക്ക് കൊള്ളാം. രമേശ, നീ കൊച്ചുണ്ണിയേട്ടനെ കണ്ടിട്ട് എന്താ മിണ്ടാതെ പോണേ? കൊച്ചുണ്ണിയേട്ടാ വർത്താനം പറയാനൊന്നും സമയമില്ല, എനിക്ക് വേഗം പോകണം. ഒരു 5 മിനിറ്റ് സംസാരിച്ച എന്ത് സംഭവിക്കാനാ? 5 മിനിറ്റ് സംസാരിച്ച ചേട്ടനൊന്നും സംഭവിക്കില്ല, പക്ഷെ ചിലപ്പോ രമേശന് സംഭവിക്കും. കണ്ട സുമിത്ര, ഈ രമേശന്റെ സ്വഭാവം 2 മിനിറ്റ് സംസാരിക്കാൻ സമയമില്ല അത്രേ. ചില സമയത്ത് രമേശ് ചേട്ടന്റെ സ്വഭാവം എങ്ങനെയാ, അതൊന്നും പറഞ്ഞാ മാറാൻ പോണില്ല. സുമിത്രേ, എന്നെ നോക്കണ്ട. രമേശ് ചേട്ടൻ എന്താ എത്ര തിരക്ക്? കൊച്ചുണ്ണിയേട്ടനോട് 2 മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് പോയിക്കൂടെ? കൊച്ചുണ്ണിയേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ പോവാണ്. സുമിത്രേ, നീ ആ കൊച്ചുണ്ണിയേട്ടന്റെ മുന്നിലിട്ട് നാണം കെടുത്തിട്ടോ. നിങ്ങളവിടെ ഒറ്റ വർത്താനത്തിനെങ്ങാനും നിന്നിരുന്നെങ്കിൽ കാണായിരുന്നു. രമേശന്റെ സ്വഭാവം തല്ലിപ്പൊളിയാ. ആ സുമിത്രയുടെ സ്വഭാവം നോക്കിയ എന്ത് നല്ലതാ.